തൊടുപുഴ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു ആമഴഞ്ചാൻ തോട് മാലിന്യത്തിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ദുരിത ജീവിതം. വീടുകളുടെ മുറ്റത്ത് വരെ വിസർജ്യങ്ങൾ ഒഴുകുന്നു. പകർച്ചവ്യാധികൾ നിമിത്തം ജനങ്ങൾക്ക് അവിടെ അസുഖം, കുഞ്ഞുങ്ങൾക്കും പ്രായം ചെന്ന വയസ്സായ അമ്മമാർക്കും അവിടെ ശുദ്ധവായു ശ്വസിക്കാനും ഭക്ഷണം കഴിക്കാനും പോലും സാധിക്കാതെ അവർ വീർപ്പ് മുട്ടി ആ വീടിനുള്ളിൽ കഴിയുന്നുണ്ട്. എന്ത് സ്മെല്ലുണ്ട്! ഇത് ഇങ്ങനെ ഒഴുകി തുടങ്ങിയാൽ ഇത് അസുഖം വന്ന് കുട്ടികൾ മരണപ്പെടുകയും അമ്മമാർക്ക് അസുഖം വന്ന് ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോയി അവർക്ക് അസുഖം വന്ന് അവർ മരണപ്പെടുകയൊക്കെ ചെയ്യല്ലേ ഉള്ളൂ. അപ്പം ഇത് ആരാണ് ഇതൊക്കെ നോക്കേണ്ടത്? നമ്മളെ ആരോഗ്യമന്ത്രി ഇറങ്ങി ഇത് അന്വേഷിക്കണം. ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. മലിനീകരണ നിയന്ത്രണ ബോർഡിനെ അറിയിക്കണം. ജനങ്ങളുടെ ഈ അവസ്ഥ പരിഹരിക്കാനുള്ള നടപടി എടുക്കണം. ഇതുവരെ അത് നടന്നിട്ടില്ല. ഈ നമ്മളെ ഈസ്റ്റ് ഫോർട്ട്, തിരുവനന്തപുരം ഈസ്റ്റ് ഫോർട്ട് തന്നെ കണ്ടില്ലേ? അന്ന് പഴവങ്ങാടി ഗണപതി അമ്പലത്തിൻ്റെ അടുത്തുള്ള ആമഴഞ്ചാൻ തോടിൽ വൃത്തിയാക്കാൻ ഇറങ്ങി. അത് മഴ സമയത്താണ് ഇറങ്ങിയത്. ഈ മഴ സമയത്ത് അല്ല ഇതൊന്നും ചെയ്യേണ്ടത്. ഇപ്പം ഈ വേനൽക്കാലത്താണ് ഇതെല്ലാം ചെയ്യേണ്ടത്. മഴ സമയത്ത് ഇറക്കി ഒരാൾ മരണത്തിനിട, അയാളുടെ കുടുംബത്തിന് നാഥനില്ലാതായി. അപ്പം ഇതെല്ലാം നിയമപരമായി നേരിടാൻ വേണ്ടി നമ്മളെ കോർട്ടിലും ഈ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഇതൊക്കെ സ്വമേധയാ കേസ് ഫയൽ ചെയ്യാനുള്ളതാണ്. നമ്മളെ കേരളം അങ്ങ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ 2 പെൺകുട്ടികളെ സഹോദരന്മാർ തന്നെ പീഡിപ്പിക്കണം. അച്ഛൻ മക്കളെ പീഡിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. ഇതെല്ലാം മയക്കുമരുന്ന് നിമിത്തമാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. മയക്കുമരുന്ന് പിടിക്കാൻ പോകുന്ന പോലീസ് ജീപ്പ് തകർത്തും പോലീസുകാരെ ഉപദ്രവിച്ചും അവരെ കൈകാല് വെട്ടിയും അവരുടെ വാഹനങ്ങൾ നശിപ്പിച്ചും എല്ലാം ഈ മയക്കുമരുന്ന് കഴിച്ച് ഗുണ്ടകൾ പിടിക്കാതിരിക്കാൻ വേണ്ടി ഇതെല്ലാം ചെയ്യണത്. അതുകൊണ്ട് ഇത് കർശന നടപടി വേണം. നമുക്ക് പോലീസുകാരൊക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ ജനങ്ങളുടെ ജീവിതം സുരക്ഷിതമാവുള്ളൂ. അവരില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യില്ല. അതുമൂലം പോലീസിലും എക്സൈസിലും ഒക്കെ ഉദ്യോഗസ്ഥർ കുറവാണ്. ഈ രാത്രിയൊക്കെ പട്രോളിങ്ങിനൊന്നും ഡ്യൂട്ടിക്ക് ചേഞ്ച് ചെയ്തിടാനായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരില്ല. ലിസ്റ്റിൽ പേരുള്ളവരെ പേര് ചേർത്ത് സർവീസിൽ എടുക്കുന്നില്ല. ഇതെല്ലാം നിയമപരമായി നേരിട്ട് തന്നെ നമ്മുടെ സർക്കാരാണ് ഇത് ചെയ്യാനുള്ളത്. സർക്കാർ ഇത് ചെയ്യാമെന്ന് വെച്ചാൽ സർക്കാരിന് അതിന് സമയമില്ല. അവർ പ്രതിസന്ധി എന്നും പറഞ്ഞങ്ങ് ഒഴിയുകയാണ്. ഇപ്പം തന്നെ MP NK പ്രേമചന്ദ്രൻ CPM പ്രൈം മിനിസ്റ്ററിനെ കണ്ട് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തിനൊരു കുറ്റാരോപിതം വന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഏതെല്ലാം മന്ത്രിമാർ കേന്ദ്രമന്ത്രിമാരെ കാണുന്നു, സംസാരിക്കുന്നു, അതൊന്നും ഒരു ആരോപിതമല്ലേ? അവരാരും കാണുന്നില്ല, സംസാരിക്കുന്നില്ലേ? കേന്ദ്രത്തിലുള്ള മന്ത്രിമാരെ സംസാരിക്കാനും കാര്യങ്ങൾ നേരിടാനും എന്തെങ്കിലുമൊക്കെ അവർക്ക് ആവശ്യങ്ങൾ. ഇപ്പോൾ ഇതാ തന്നെ മുഖ്യമന്ത്രി കണ്ടില്ലേ, ധനമന്ത്രി നിർമ്മല സീതാറാം ആ മാഡത്തിനെ കണ്ട് സംസാരിച്ച്. അതുമൊക്കെ എന്തെങ്കിലും കാരണം കാണും. ആ കാരണങ്ങളൊക്കെ ഇപ്പം മന്ത്രിമാർ കാരണം ഏതാണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവരുടെ കുടുംബപരമായ കാരണമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ നാട്ടിലെ ജനങ്ങളെ കാര്യങ്ങളായിരിക്കും. എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം. അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് കാശ് കിട്ടാനോ അതിനുള്ള ബഡ്ജറ്റ് തയ്യാറാക്കാനോ എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയെപ്പറ്റി സംസാരിക്കാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും. തമ്മിൽ സ്വന്തം പാർട്ടിക്കാർ തമ്മിൽ കുറ്റം പറഞ്ഞ് നടക്കുന്നതല്ലാതെ നമ്മുടെ ഈ കേരളത്തിൽ ചെയ്യാനുള്ള യാതൊരു കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നില്ല. മലിനീകരണ നിയന്ത്രണ ബോർഡ് വിചാരിച്ചിട്ട് പോലും ഈ ആമഴഞ്ചാൻ തോട് വൃത്തിയാകുന്നില്ല. ഇത് എല്ലാത്തിനും ഒരു സുരക്ഷിതത്വം വേണം. ഇപ്പം മയക്കുമരുന്ന് പിടിച്ച് കുറേ പയ്യന്മാരെ ജയിലിലാക്കിയിട്ടുണ്ട്. ഇതിൽ ജാമ്യത്തിൽ വിട്ടവരുണ്ട്. ഇതിനെല്ലാം കർശന നടപടിയും തീരുമാനവും വേണം. അതിൽ ജാതിയും രാഷ്ട്രീയവും ഒന്നും കലർത്തരുത്. തെറ്റാര് ചെയ്യണോ തെറ്റിന് അതീതമായുള്ള നടപടി വേണം. അത് മാത്രമല്ല 2 പെൺകുട്ടികളെ കണ്ടില്ലേ, സഹോദരന്മാർ പീഡിപ്പിച്ചത്, അച്ഛൻ മക്കളെ പീഡിപ്പിക്കുക. 2 വയസ്സായ കുട്ടിയെ അതിൻ്റെ 12 വയസ്സായ അതിൻ്റെ ബന്ധു 2 വയസ്സായ കുട്ടിയെ കൊന്നു തള്ളി. അപ്പം അതിൻ്റെ കാരണം ഈ 12 വയസ്സായ കുട്ടിക്ക് മാതാവുമില്ല പിതാവുമില്ല. അപ്പം ആശ്രയം ഈ മരിച്ച കൊച്ചിൻ്റെ അമ്മയും അച്ഛനുമാണ്. അവരാണ് ഇവരുടെ സംരക്ഷണം. അപ്പം ഈ 2 വയസ്സായ കുഞ്ഞിനെ നോക്കുമോ, ഈ 12 വയസ്സായ കുഞ്ഞിനെ നോക്കും. അപ്പോൾ ഈ 12 വയസ്സായ പ്രായമാവാറായ കുട്ടിയെ ഉപേക്ഷിക്കുമെന്ന് വിചാരിച്ച് അതിനാരും ഇല്ലല്ലോ. അതുകൊണ്ട് ആ കുട്ടിയെ
കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തി. ഇനി ഈ ചെയ്ത ഈ കുട്ടിയെ ആരെങ്കിലും ചേർത്ത് പിടിക്കാനുണ്ടോ? ഇല്ല. അതിനെ ജുവനൈൽ ഹോമിലോ എവിടെയെങ്കിലും ആക്കി അതിൻ്റെ ജീവിതം അധോഗതി. അതിൻ്റെ ജീവിതം അതിൻ്റെ മാതാവുമില്ല പിതാവുമില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ലോകത്ത് നടക്കുന്നത്. നമ്മളെ ജനങ്ങളാണ് ചേർത്ത് പിടിക്കേണ്ടത്.